Hello, my dear students. So far, we have discussed about the basic knowledge representation techniques like semantic networks and frames. I have explained you with the drawbacks of those two methods and the merits as well. So today we are going to deal with the next type of knowledge representation technique, that is conceptual dependencies. Conceptual dependencies are different from the concept of semantic networks and frames. In semantic networks and frames, we have just demonstrated the data that we have obtained, and it was easily understandable by human beings as well. So it was very much understandable for us to and easy as well. But in the case of conceptual dependencies, here it's a theory. It's a theory which is developed for representing knowledge by using some number of primitives. Primitives mean some symbols or something like that. It is not similar to first order predicate logic, but it has a more standardized format, and the more standardized format means it will be useful for the system, and it would be not that much understandable for us. But when we know the concept of all the primitives, when we know the different building blocks inside the conceptual dependency system, I think it will be pretty easy for us to understand. Okay. ഈ ഒരു കൺസെപ്റ്റ് മെയിൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസ് അല്ലെങ്കിൽ പല സെൻറ്റൻസുകൾ അതിന് ഏകദേശം ഒരേ അർത്ഥം വരുവാണെന്ന് വിചാരിക്കുക. അതായത് ഒരേ അർത്ഥം വരുന്ന ഡിഫറെൻറ്റ് സെൻറ്റൻസുകളുണ്ട്, പക്ഷെ ആ സെൻറ്റൻസുകൾ ഫോം ചെയ്യുന്നത് പല രീതിയിലാണെന്ന് വിചാരിക്കുക. ആഫ്റ്റർ ഓൾ ദ സെൻറ്റൻസസ് ഹാവ് സെയിം മീനിങ്. ഓക്കെ, സോ ഡിഫറെൻറ്റ് സെൻറ്റൻസസ് വിത്ത് ദ സെയിം മീനിങ് ആണെങ്കിൽ അവരെ നമ്മൾ യുണീക്കായിട്ട് ഒരൊറ്റ കൺസെപ്ച്വൽ ഡിഫറൻസ് റെപ്രസെൻറ്റേഷനേ ഉണ്ടാവുള്ളൂ. ഒന്നുകൂടെ പറയാം, ഒരേ മീനിങ് വരുന്ന ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടെങ്കിലും ആ ഒരുപാട് സെൻറ്റൻസുകൾ പല രീതിയിലല്ല, ഒരു സിംഗിൾ കൺസെപ്ച്വൽ ഡിഫറൻസ് റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുറേ കമ്പോണൻസ് വെച്ച് പറയും, ലൈക്ക് എൻറ്റിറ്റീസ്, ആക്ഷൻസ്, കൺസെപ്ച്വൽ കേസസ്, കൺസെപ്ച്വൽ ഡിപ്പെൻഡൻസീസ്, കൺസെപ്ച്വൽ ടെൻസസ് എന്നൊക്കെ പറയും. ഈ കേസിൽ മെയിനായിട്ടും വരുന്നത് ഏറ്റവും ആദ്യത്തെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റീസ് ആണ്. എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റിയൽ വേൾഡ് ഒബ്ജക്റ്റ്, ഇറ്റ് ക്യാൻ ബി ആട്രിബ്യൂട്ട്സ് ഓഫ് റിയൽ വേൾഡ് ഒബ്ജക്റ്റ്. ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കൺസെപ്റ്റിൽ പറയുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു നൗണും ആഡ്ജക്റ്റീവും പറയുന്ന പോലെ ഇരിക്കും. ഓക്കെ, സോ അതാണ്, അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് മെയിനായിട്ടും വരുന്നത്. ഇനി ഇതിനകത്ത് ഇപ്പോൾ സപ്പോസ് ഐ എം മെൻഷനിങ് എ കൺസെപ്റ്റ് ദാറ്റ് ഐ എം ഗോയിങ് ഹോം, ഐ എം മൂവിങ് ഫ്രം മൈ ഓഫീസ് ടു ഹോം. സോ ഈ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ, ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതിന് ഒരു ആക്ഷൻ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ആക്ഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അതെങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ കാണും. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇവിടെ നമുക്ക് മെയിനായിട്ടും ഞാൻ പറഞ്ഞു, we have 5 different building blocks, and the most important ones are, the first one is entities and the second one is actions. Okay, so എൻറ്റിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻ അതർ വേർഡ്സ് ഞാൻ പറഞ്ഞു എൻറ്റിറ്റീസ് ഓർ ഓബ്ജക്ട്സ്. ഓക്കെ, അപ്പം എൻറ്റിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സിമ്പിൾസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുക. വൺ ഇസ് പി പി ആൻഡ് വൺ ഇസ് പി എ for representing that it is a object. So ഒരു object ആണെന്നുണ്ടെങ്കിൽ suppose it is like girl അല്ലെങ്കിൽ ഒരു ബോക്സ്, ഇതുപോലുള്ള ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ we can represent it by using pp. അതർവൈസ് ഇപ്പം ഒരു നെയിമാണ് തന്നിരിക്കുന്നത്, ലൈക്ക് ടോം. സോ നമ്മൾ ആ പി പി എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്, ഈ ടോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഒബ്ജക്റ്റ് എന്ന് കാണിക്കാനാണ്. ആൻഡ് ഇതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയാൻ നമുക്ക് പറയാം pretty, large, clever. ഇതൊക്കെ ഈ സംഭവങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന, ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് പറയാൻ ഉപയോഗിക്കുന്ന പോയിന്റ്സ് ആണ്. അപ്പം നമ്മൾ അഡ്ജക്റ്റീവ്സ് ഒക്കെ പറയുന്ന പോലെ, സോ ദാറ്റ് ആട്രിബ്യൂട്ട്സ് ഓഫ് ദി ഒബ്ജക്ട്സ് വി ക്യാൻ മെൻഷൻ. അങ്ങനെയുള്ള പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ പി എ എന്നായിരിക്കും. And the next set of things that we have are actions. Actions എന്ന് പറഞ്ഞാൽ verbs എന്ന് പറയും. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വേർബുകളെ നമ്മൾ ആക്ഷൻസ് ആയിട്ടാണ് കാണിക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ഷൻസ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ആക്ഷൻസിൻ്റെ ആട്രിബ്യൂട്ട്സ്, അപ്പം എന്താ പറയുക, റണ്ണിങ് എന്ന് പറയുമ്പം ഫാസ്റ്റ് എന്നുള്ളൊരു വേർഡ് വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റിങ് ദാറ്റ് വേർബ്. സോ ആക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട്സ് ആയിരിക്കും.
And moving on to most possible actions, എല്ലാം ഇല്ല ഇതിനകത്ത്. I have given the most important ones, so you can study the frequently used ones from this. Okay, if that particular verb mention ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സംഭവം ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസിഷൻ നടത്തുകയാണ്, ഒരു ട്രാൻസാക്ഷൻ നടത്തുകയാണ്. ഇപ്പം ഞാൻ പറയണം, ഐ എം ഗിവിങ് മൈ പെൻ ടു മൈ ഫ്രണ്ട്. That means I'm making a transaction or a relationship is being formed. So അങ്ങനെയുള്ള എല്ലാ ആക്ഷൻസിനെയും നമ്മളൊരു കാറ്റഗറിയിൽ പെടുത്തും. ദാറ്റ് ഈസ് എ ട്രാൻസ് ആക്ഷൻ, ട്രാൻസാക്ഷൻ. ഓക്കെ, നൗ ഇതൊരു ഒബ്ജക്റ്റിന് ഞാൻ കൊടുത്തതാണ്, എൻ്റെ ലൊക്കേഷൻ മാറുന്നില്ല, ഞാനൊരു ഒബ്ജക്റ്റിന് കൊടുക്കുകയാണ്. If I am going from office to my home, that's a transfer from physical location of an object, അല്ലേ? അപ്പം എ ട്രാൻസ് നമ്മൾ പറഞ്ഞു, എ ട്രാൻസ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് ആൻ ഒബ്ജക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം ഞാൻ ഒരു സാധനത്തിന് ഒരു സ്ഥലത്ത് നിന്ന് ഒബ്ജക്റ്റിനെ പാസ് ചെയ്യുന്നേ ഉള്ളൂ, ഐ എം നോട്ട് പാസിങ്. അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ടിനെ പാസ് ചെയ്യുന്നേ ഉള്ളൂ. പി ട്രാൻസ് എന്ന് പറയുമ്പം ദാറ്റ് പെർട്ടിക്കുലർ ദിസ് ഇസ് എൻ ആക്ഷൻ. പി മീൻസ് ദി ഒബ്ജക്റ്റ്, സോ ഒബ്ജക്റ്റ് ഇസ് ട്രാൻസ്ഫറിങ് its location. So transfer of physical location of an object like go, move വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ. Okay, next is propel. Okay, another possible action is propel. This means that I am applying a physical force on something. Suppose I am pulling or pushing. Okay, I am pushing my friend to go somewhere or something like that. I am pushing the table, so I am applying my physical force onto something. So that type of actions can be categorized into propel. So we can denote it by using the symbol propel. And the next is M trans. That means here I am not transferring an object. Here I am not physically transferring it as an object. What happens here is I am transferring some communications. Mental informations are being transferred. That means I have some information in my mind and I am transferring it by using my speech or like that. So telling, I am telling അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, ഒരാളോട് ഒരു കാര്യം പറയുക. That type of statements can be categorized into M trans. And the next one is M build. M build എന്ന് പറഞ്ഞാൽ പഴയ ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്, അതിൽ നിന്ന് ഞാൻ പുതിയൊരു കാര്യം ഇവോൾവ് ചെയ്തെടുക്കുന്നു. സോ ഇഫ് ഐ എം ഡിസ്കവറിങ് സംതിങ് ന്യൂ, ഐ ക്യാൻ അതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഡിസൈഡ്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഗോ സംവെയർ, അല്ലെങ്കിൽ ഐ ഹാവ് ഡിസൈഡഡ് ടു ഡു ദിസ്. ആൻഡ് ആ ഡെസിഷൻ എവിടെ നിന്നാണ് വന്നത്? ഫ്രം സം പ്രീവിയസ് ഇൻഫർമേഷൻ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എം ബിൽഡ് എന്നുള്ളൊരു ആക്ഷൻ്റെ കാറ്റഗറിയിൽ പെടുത്തും. നെക്സ്റ്റ് വൺ ഇസ് ഒരു സൗണ്ട് പുറത്തേക്ക് വരിക. അപ്പം ടെല്ലിന് നമുക്ക് ഇതിനകത്തും പെടുത്താം കേട്ടോ. ഒരു സൗണ്ട് പുറത്തേക്ക് വരിക, ദാറ്റ് മീൻസ് വി അട്ടർ എ സൗണ്ട്, സേ, യെൽ, ക്രൈ, അതൊക്കെ ഇതിനകത്ത് പെടുത്താം, വിച്ച് ഇസ് കമ്മിങ് അണ്ടർ സ്പീക്ക്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് അറ്റൻഡ്. അറ്റൻഡ് മീൻസ് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരാളെ ശ്രദ്ധിക്കുക, ലിസൺ, വാച്ച്, അതുപോലുള്ള ആക്ഷൻസ് ഒക്കെ അറ്റൻഷൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറ്റൻഡ് എന്നുള്ള പോസിബിൾ ആക്ഷൻ്റെ കീഴിൽ വരും. ആൻഡ് മൂവ് ഇസ് അനദർ ടൈപ്പ് ഓഫ് ആക്ഷൻ. ബട്ട് മൂവിന് നമ്മൾ പറയുന്ന പോലെ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് മാറുക എന്നുള്ളൊരു കാറ്റഗറിയിലല്ല ഈ മൂവ് എന്നുള്ളൊരു പോസിബിൾ ആക്ഷൻ വരുന്നത്. ദിസ് മീൻസ് ദാറ്റ് നമ്മൾ ഒരാളെ ഇടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വി ആർ യൂസിങ് ആ ബോഡി പാർട്സ് ഫോർ വാട്ട് വി സേ, മറ്റൊരാളെ കിക്ക് ചെയ്യുക, പഞ്ച് ചെയ്യുക, നമ്മളൊരു ആക്ഷൻ ചെയ്യാൻ നമ്മുടെ ബോഡി ഉണ്ട്. ഓക്കെ, വി ആർ ഡൂയിങ് ആൻ ആക്ഷൻ വിത്ത് അവർ ബോഡി. വി ആർ യൂസിങ് ആ ലെഗ് ഓർ ഹാൻഡ്. നമ്മളൊരാളെ ഇടിക്കുക, അല്ലെങ്കിൽ കിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പഞ്ച് ചെയ്യുക. മനസ്സിലായല്ലോ? അത് കൺവേ ചെയ്യുന്ന മീനിങ് എന്താണെന്ന് മനസ്സിലായല്ലോ? വി ആർ മൂവിങ് ആ ബോഡി പാർട്ട്. ഓക്കെ, അത് നമ്മൾ സ്വന്തം ഇതിനകത്ത് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് മൂവ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നു. പിന്നെ ഒരു സെൻറ്റൻസിൽ മൂവ്, ഐ എം മൂവിങ് ഫ്രം എന്ന് പറയുമ്പം that comes under the category of what? That comes under the category of P trans, because physical location മാറാണ്. മൂവ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് ഇപ്പം സാം കിക്ഡ് സിജോ, അങ്ങനെ ഒരു ഇത് വരുവാണെങ്കിൽ കിക്ക് എന്നുള്ളൊരു ആ വേർഡ് വരുന്നത് മൂവ് എന്നുള്ള കാറ്റഗറിയിലായിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ഗ്രാസ്പ്. ഗ്രാസ്പ് മീൻസ്, ഗ്രാസ്പ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് തന്നെ നമുക്കറിയാം, ഒരു എന്താ പറയുക, വി ആർ ഗെറ്റിംഗ് സംതിങ്. സോ
ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്ന ആക്ടർ ഗ്രാസ്പിംഗ് ആൻ ഒബ്ജക്റ്റ്. സോ ഗ്രാസ്പിംഗ് സംതിങ് മീൻസ് വി ആർ ഗെയിനിങ് സംതിങ്. ഇതൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരാറില്ല. പ്രോപ്പർ എ ട്രാൻസ് പി ട്രാൻസിൽ നിൽക്കാറുണ്ട് നോർമലി. അത് നെക്സ്റ്റ് ഇസ് ഇൻജസ്റ്റ്. ഇൻജസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ എന്തെങ്കിലും അകത്തേക്ക് ഈറ്റിംഗ് ഡ്രിങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻജസ്റ്റിൽ വരിക. എക്സ്പെൽ. എക്സ്പെൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ബ്രീത്തിങ് ഔട്ട് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എക്സ്പെൽ. that can be mentioned there. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. ഫൈൻ. ഇതൊക്കെയാണ് ആക്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റൻസസ്. ഇത് ഞാൻ പറയാം അതിന് മുമ്പ് വിൽ സീ സം എക്സാമ്പിൾസ്. ഓക്കെ, കൺസെപ്ച്വൽ ടെൻസസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കാണാം. സി, ഇവിടെ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാൻ എളുപ്പം. അപ്പോൾ നമുക്ക് അതുപോലെ നോക്കാം. ഫൈൻ. അപ്പോൾ നോക്കാം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. ബേർഡ് ഫ്ലൂ, ദാറ്റ്സ് സെൻറ്റൻസ്. ബേർഡ് ഫ്ലൂ. സോ ദർ ഇസ് ഓൺലി വൺ ഒബ്ജക്റ്റ് ഹിയർ, ദാറ്റ് ഇസ് ബേർഡ്. ഇപ്പോൾ ബേർഡ് ഫ്ലൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ഹാവ് എ സിംഗിൾ ഒബ്ജക്റ്റ്, ദാറ്റ് ഇസ് ബേർഡ്. സോ ബേർഡിനെ നമുക്ക് എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം? ഇപ്പം നമ്മൾ ഒന്നുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല, നമ്മൾ പറയാണ് ബേർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ബേർഡ് ഫ്ലൂ മീൻസ് ഇറ്റ് മൂവ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. ഒരു ലൊക്കേഷനിൽ നിന്ന് അനദർ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുന്നതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? പി ട്രാൻസ്. ഓക്കെ, പി ട്രാൻസ് വെച്ചിട്ടാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ പറയാൻ പോണത്. ബേർഡ് പി ട്രാൻസ്. പി ട്രാൻസ് ചെയ്തത് ആരാണ്? ബേർഡാണ്. റൈറ്റ്. സോ ബേർഡ് ആയതുകൊണ്ട് ഞാൻ അവിടെ ആ പോയിന്റിനെ പി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം ഈ ഡിപ്പെൻഡൻസിനെ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് എന്ത് കാണിക്കാം? ഇതുപോലെ കാണിക്കാം. ദാറ്റ് മീൻസ് ദി ഒബ്ജക്റ്റ് ഈസ് ഡൂയിങ് ആൻ ആക്ഷൻ. ഓൾറൈറ്റ്. നെക്സ്റ്റ് ഇസ് ജോയ് ഈസ് എ സ്റ്റുഡൻറ്റ്. സോ ജോയ് ഈസ് ദ ഒബ്ജക്റ്റ് ഹിയർ. സ്റ്റുഡൻറ്റ് ഈസ് അനദർ ഒബ്ജക്റ്റ്. റൈറ്റ്. ജോയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ് ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ വേറെ ആക്ഷൻസ് ഒന്നും നടക്കുന്നില്ല. ഇത് രണ്ടും ഒബ്ജക്ട്സ് ആണ്. നമുക്ക് എങ്ങനെ കാണിക്കാം? ജോ ഇസ് എ സ്റ്റുഡൻറ്റ്. ഇവിടെ ജോ എന്ന് പറയുന്നത് ഒരു ആക്ടറാണ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. സോ വൺ ഒബ്ജക്റ്റ് ഇസ് റിലേറ്റഡ് ടു അനദർ ഒബ്ജക്റ്റ് എന്നുള്ള കൺസെപ്റ്റിൽ അതിനെ എഴുതിപ്പോവും. ഫൈൻ, ഗോട്ട് ഇറ്റ്? ഓക്കെ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ജോ pushed the door. So Joe applied a physical force on an object, door. So Joe ഒരു ഒബ്ജക്റ്റ് ആണ്, ഡോർ ഒരു ഒബ്ജക്റ്റ് ആണ്. ഫൈൻ. സോ ഞാൻ എങ്ങനെ കാണിക്കാൻ പറ്റും? ജോ ഇസ് എൻ ഒബ്ജക്റ്റ് ആൻഡ് ഡോർ ഇസ് എൻ ഒബ്ജക്റ്റ്. ഓക്കെ, ഡോർ ഒരു ഒബ്ജക്റ്റ് ആണ്. ഈ ഡോറിലേക്ക് ജോ ചെയ്തത് ഹി ഹാസ് അപ്ലൈഡ് എ ഫോഴ്സ്. അപ്പോൾ അതിന് എനിക്ക് എന്ത് പറയാം? പ്രൊപ്പൽ എന്നുള്ള വേർഡ് വെച്ചിട്ട് എനിക്കതിനെ മെൻഷൻ ചെയ്യാം. സോ ജോ അപ്ലൈഡ് എ ഫോഴ്സ് ഓൺ ഡോർ എന്നുള്ള മീനിങ്ങിൽ ഇത് വരും. ദിസ് ഇസ് വാട്ട് ഈസ് ആക്ച്വലി കോൾഡ് conceptual dependencies. We are just forming some concepts, and based on those concepts we are generating to a conclusion, and some common meaning sentences will have a unique representation. So ഇതിനെ അവർ ജനറലൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഇറ്റ് ഈസ് ജനറലൈസ് ലൈക്ക് ദിസ്. സോ ഒരു എന്താ പറയുക, PP represents an object is applying a force on something. Okay, PP is applying an action on an object. ഈ ഒബ്ജക്റ്റിനെ കാണിക്കാനാണ് O എടുക്കുന്നത്. P and O represents objects. Okay, that's the main thing that we have here. And the next sentence, moving on to the next sentence, that Joe gave Sue a flower. Joe and Sue are objects. Okay, and flower is another object. Gave means it's a verb or action. So flower is an object which is being transferred from Joe to Sue. അപ്പോൾ അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സിന് നമുക്കൊരു ഒബ്ജക്റ്റിനെ ഒരു സാധനത്തിന് അങ്ങോട്ട് കൈമാറുക. ആളുടെ ഫിസിക്കൽ ലൊക്കേഷൻ മാറുന്നില്ല, ഒബ്ജക്റ്റ് കൈമാറുന്നതിന് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുത്തിയത്? വി ഗെറ്റ് ഇറ്റ് ടു എ കാറ്റഗറി A trans. ഓക്കെ, അപ്പം A trans നടന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോണത്. ഫൈൻ. ഓക്കെ, സോ ജോ ആണ് ചെയ്തത്. ജോ A trans. ഓക്കെ, എന്തിനെയാണ് A trans ചെയ്തത്? ഒരു ഫ്ലവറിനെയാണ്. സോ ദിസ് ഒബ്ജക്റ്റ് ഇസ് ട്രാൻസ്ഫേർഡ്. റൈറ്റ്. ഇനി എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്തത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ A ട്രാൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തത്. പ്രോപ്പലിൻ്റെ ഡീറ്റെയിൽ ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തത്. അതുപോലെ ജോ A ട്രാൻസ് ചെയ്തു. എന്തിന്?
ഫ്ലവറിനെ. ഇനി എവിടെ നിന്നാണ് ഇത് പോയെന്നാണ് കാണിക്കുന്നത്. ജോ ആൻഡ് സ്യൂ ആണ് അവിടെ ട്രാൻസ്ഫറിൽ ഉണ്ടായിരുന്ന ആളുകൾ. ഇവിടെ സ്യൂ എന്ന ഒറ്റയ്ക്ക് കാണിച്ചാലും ഇറ്റ് കൺവേസ് ദ മീനിങ്. ഓക്കെ, ഇത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളാണ്. ഇവിടെ നിങ്ങൾ സ്യൂ എന്നുള്ള വേർഡ് മാത്രം കാണിച്ചാലും ഇറ്റ് ഇസ് ഫൈൻ. ഈ എ ട്രാൻസ് നടന്നത് ആര് തമ്മിലാണെന്നാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ആരാണ് ഇനീഷ്യേറ്റ് ചെയ്തതെന്നുള്ളതാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിനെ ജനറലൈസ് ചെയ്തിരിക്കുന്നത് നോക്കൂ. രണ്ട് പേരുടെ ഇടയിൽ ഒരു ആക്ഷൻ നടന്നു. ദാറ്റ് മീൻസ് അൻ ഒബ്ജക്റ്റ് ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് എന്നുള്ള മീനിങ്ങിലാണ് ഇതിനെ ജനറലൈസ് ചെയ്തിരിക്കുന്നത്. സോ എളുപ്പമുള്ള 2-3 എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓൾറൈറ്റ്. ഇവിടെ ഈ വേറൊരു പോയിന്റ് ഇതിനകത്ത് പറയാനുള്ളത് ദിസ് ആർ സ്റ്റാൻഡ്സ് ഫോർ റെസിപ്പിയൻറ്റ് ആൻഡ് ഡോണർ. ഞാൻ പ്രീവിയസ് സ്ലൈഡ് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ പറയാനതിന് മുമ്പ് ഇങ്ങോട്ട് പോകുന്നല്ലോ. അതിനകത്ത് കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ആണ് ഇതൊക്കെ. O റെപ്രസെൻറ്റ്സ് ഓബ്ജക്റ്റ്, R റെപ്രസെൻറ്റ് റെസിപ്പിയൻറ്റ് ഓണർ. ഇവിടെ I എന്നുള്ളൊരു സംഭവം കിടപ്പുണ്ട്. അത് ഇൻസ്ട്രുമെൻറ്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഉപകരണം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്. സോ ദിസ് ഇസ് റെസിപ്പിയൻറ്റ് ആൻഡ് ഡോണർ. ഡോണറിനെ കാണിക്കണമെന്നില്ല, റെസിപ്പിയൻറ്റിനെ കാണിക്കാൻ R ഇവിടെ യൂസ് ചെയ്താൽ ദാറ്റ് മീൻസ് ജോ ആണ് ഓബ്ജക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഓബ്ജക്റ്റ് ആണ്, ഫ്ലവർ ആണ്. ആൻഡ് അത് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യു എന്നുള്ള മീനിങ് അവിടെ കൺവേഡ് ആവും. പിന്നെ ഇവിടെ ജോ കാണിക്കണമെന്നില്ല, പിന്നെ ഡോണർ റെസിപ്പിയൻ്റ് എന്നുള്ളൊരു ആക്ഷൻ കാണിക്കാനാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് വാട്ട് നീഡഡ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ എക്സാമിന് എഴുതുമ്പം ഈ ഒരു സംഭവമാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. ഈ ഒരു ജനറലൈസേഷൻ അവർ ഇതിനെ ഒന്ന് യുണീക്ക് ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യം ഇത്രയും കാര്യങ്ങളാണ്. മനസ്സിലാവുന്ന 2-3 എക്സാമ്പിൾസ്, ചെറിയ എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക. ഇഫ് ഇറ്റ് ഈസ് ആസ്ക്ഡ് അത് നിങ്ങൾക്ക് എക്സാമിന് കൺവേ ചെയ്യാം. ദ നെക്സ്റ്റ് വൺ ഇസ് ജോ എയ്റ്റ് സം സൂപ്പ് വിത്ത് എ സ്പൂൺ. ഇതിവിടെ ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. സ്പൂൺ ഉപയോഗിച്ച് ജോ ആൻഡ് സൂപ്പ് ക്യാൻ ബി ദി ഒബ്ജക്ട്സ്. ജോ ഇൻജസ്റ്റ് ചെയ്യാണ്. എയ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ആക്ഷൻ ഓഫ് ഇൻജസ്റ്റിംഗ്. എന്തിനെയാണ് ഇൻജസ്റ്റ് ചെയ്തത്? സൂപ്പിന്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ ജോ ഇസ് എ പ്രൈമറി ആക്ടർ ആൻഡ് ദ പ്രൈമറി ആക്ഷൻ ഹി ഈസ് ഡൂയിങ് ഈസ് ഇൻജസ്റ്റിംഗ്. ആൻഡ് ഇൻജസ്റ്റ് ചെയ്ത ഒബ്ജക്റ്റ് ആണ് സൂപ്പ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഐ തിങ്ക് ദിസ് മച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. നെക്സ്റ്റ് നടന്നിരിക്കുന്നത് ഈ ഇൻജക്ഷൻ. ഇപ്പം ജോ എയ്റ്റ് സം സൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര എഴുതിയാൽ മതി. യൂസിങ് എ സ്പൂൺ എന്ന് പറയുമ്പം അവിടെ ജോയുടെ വേറൊരു ആക്ഷൻ കൂടെ വരികയാണ്. ജോ യൂസ്ഡ് എൻ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ യൂസേജ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതാണ് ഈ I വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ജോ ഡു, സ്പൂണാണ് ഇവിടെ, അല്ലെങ്കിൽ ഡൂവിന് പകരം നിങ്ങൾക്ക് യൂസ് എന്ന് എഴുതാം. ഓക്കെ, യൂസ് ഒരു ഒബ്ജക്റ്റ് ആണ്. വാട്ട് ഈസ് ദാറ്റ് ഒബ്ജക്റ്റ്? സ്പൂൺ. ആൻഡ് ദാറ്റ് സ്പൂൺ ഇസ് യൂസ്ഡ് ആസ് എൻ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഇതിവിടെ നേരിട്ട്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ഈ സ്പൂൺ എന്നുള്ളത് ബുദ്ധിമുട്ടാണെന്ന് എന്ത് ചെയ്യുക? സെൻറ്റൻസ് ഇത്രയും വെച്ച് അവസാനിപ്പിക്കാം. ജോ എയ്റ്റ് സം സൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇത് മാത്രം എഴുതാം. ഓൾറൈറ്റ്. ഇവരിതിനെ ജനറലൈസ് ചെയ്തിരിക്കുന്നുണ്ടോ? അത് നമുക്ക് മെസ്സേജ് കൺവേ ചെയ്യാൻ ഫോർ എ യൂസർ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. സോ ദിസ് ഇസ് കൺസെപ്ച്വൽ ഡിപ്പെൻഡൻസീസ്. അപ്പം ഈ ഒരു ലെഫ്റ്റ് സൈഡ് പാർട്ട് നിങ്ങൾ അത്ര ഫോക്കസ് ചെയ്യേണ്ട. ഇത് എങ്ങനെ എഴുതാൻ പറ്റുന്നുള്ളത് ഒരു കുറച്ച് എക്സാമ്പിൾസ് വെച്ച് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എളുപ്പമുള്ള 1-2 എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഒരു 3 ആക്ഷൻസ് കാണിക്കാൻ കരുതി. ഇപ്പം പി ട്രാൻസ്, പ്രോപ്പൽ, അങ്ങനെ 1-2 എണ്ണം. ഇപ്പം ഇവിടെ ഇൻജസ്റ്റ് കാണിക്കാമല്ലോ. അപ്പോൾ ചെറിയ സെൻറ്റൻസുകൾ എക്സാമ്പിളായിട്ട് പഠിച്ചു വയ്ക്കുക. ദാറ്റ് വുഡ് ബി ബെറ്റർ. ആൻഡ് ദിസ് ഇസ് കൺസെപ്ച്വൽ ഡിപ്പെൻഡൻസീസ്. അതിന് മുമ്പ് ഞാനിത് പറയാതിരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന എക്സാമ്പിൾസിൽ ഇതിലേക്കൊന്നും ഡീറ്റെയിലേക്ക് പോകാത്തതുകൊണ്ടാണ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത് ORID എന്നൊക്കെ പറഞ്ഞിട്ട് വരയ്ക്കുന്ന സമയത്ത് ഇത് കണ്ടിരുന്നു. O എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിച്ചത്? O was used for denoting an object. R നമ്മൾ ഉപയോഗിച്ചത് റെസിപ്പിയൻ്റ് ആൻഡ് ഡോണർ കാണിക്കാനായിരുന്നു. I ഉപയോഗിച്ചത് if it is an instrument. ഇനി D ഉപയോഗിക്കുന്നത് if moving from one location to another. Dയിൽ നമുക്ക് പറയാം ഡെസ്റ്റിനേഷൻ ആണ് D യോട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഗോയിങ് ഹോം പോലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുമ്പോൾ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻസിൽ നിന്ന് വിട്ട് കളഞ്ഞ കാര്യങ്ങളായിരുന്നു. കൺസെപ്ച്വൽ ടെൻസസ് എന്ന് പറയും. ടെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ടെൻസസ് എന്ന് പറഞ്ഞാൽ വി ഹാവ് പ്രസൻറ്റ് ടെൻസ്, past tense and future tense. So here the tenses means something is conditional. If something is conditional means if something happens with respect to another, അങ്ങനെയാണെങ്കിൽ we can mention it by using C. If something is continuing, that means someone is doing something, we can denote it by using K. അത്രയും ഡീറ്റെയിലേക്കൊന്നും നമ്മുടെ എക്സാമ്പിൾസിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. If some transaction is completed, past tense ആണെങ്കിൽ this is present. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂയിങ് K പറയാം. സംതിങ് ഈസ് ഡൺ ഓൾറെഡി,
past ആണെങ്കിൽ TF വെച്ച് represent ചെയ്യും. If something is going to happen, we represent it by using F. And if some question is happening, then we'll give question mark. If some negative sentences are being responded, we can using by slash. And again, പാസ്റ്റിന് P വെച്ചും റെപ്രസെൻറ്റ് ചെയ്യാം. പ്രസൻറ്റിനെ നമ്മൾ ഒന്ന് വെച്ചും റെപ്രസെൻറ്റ് ചെയ്യില്ല. ഇനി ഒരു ട്രാൻസിഷൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് സംതിങ്. വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് യൂസിങ് TS. ആൻഡ് ഇഫ് എ ട്രാൻസിഷൻ ഓക്കേഴ്സ് വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് യൂസിങ് T. അതാണ് ഈ എക്സാമ്പിൾസിൽ നമ്മൾ ടേംസ്. ഇവിടെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. സിമ്പിൾ പോയിന്റ്സ് മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ആൻഡ് ഇതിൽ ബേർഡ് ഫ്ലൂ എന്നുള്ളത് ആസ് ഇറ്റ് ഇസ് എ ബേർഡ്, ഞാൻ പറഞ്ഞു ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ P ഡിനോട്ട്സ് പാസ്റ്റ് എന്നുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ യൂസ് ചെയ്യാം. കണ്ടോ, ജോ പുഷ്ഡ് ദ ഡോർ, സോ P ഈസ് യൂസ്ഡ് ദെയർ. Joe gave Sue a flower, P is used there. Joe ate some soup, P is used there. So as it is past, we can represent it by using P. P is also used for representing objects as well, and here I think it is used for representing the past. So whatever it is, P normally there is no need to represent these in detail. So in different sentences different methods are used, so you can go for a common method. So for representing object you go for O, and for representing the tense we go for P. Okay, all right. So we can see some more examples and generalize what we have studied today. So for example, we can take this as an example. For example, John ran. This is an example for you. So how can we represent this statement? John ran. How can we represent the statement? This ran means John is the object here, and John has moved from one location to another, and ran is the action here, right? So this action is representing the physical movement of this person from one location to another, and this all is happened already, so we can represent it by using P. All right, so if we represent this will look like John. We can give, because it's a two-dimensional or two-way transaction occurring, and here it's a past tense, and what happens here is here's occurs an action which is changing the physical location of the object, that is P trans can be implemented. So if we are generalizing it, we can say that John is a what we say object. So what happens here is there occurs an action. So this is generalization. All right. And if you need some more examples, what we say like we can say another example. As we explained before, we can say example like John ate ice cream. So how can we explain it? John ate ice cream. So ice cream is an object, John is an object. Okay, John is a primary actor actually, and ate is the action happening here. So what is, how can we represent it as we represented in the previous examples? How can we represent it? We can we have already done it before, so we'll go for that. So see, how can we represent it? Joe is the main actor, so how can we represent it? We can represent it like Joe is there, so John is here, so John, he's the main actor, and there occurs an action like ingest. Okay, and this is already happened action, and ingested what? Ingested an object, that is ice cream. So ice cream is an object, so John ingested an object. Okay, fine. So this is what is actually the conceptual dependency representation is.
So how can we generalize the concepts here? Here the if we are explaining here, there are single arrow marks or double arrow marks like that. So what is the single arrow mark? It represents the direction. Okay, it represents the direction of dependencies. And what is this double arrow mark indicating? The double arrow mark is indicating the two-way link between the actor and the action. So it can be example of the link between the actor and the action, or between two actors. So whatever it is, so we can mention it like PP and PA. Okay, and then we have P. What is P here? So P can be represented for objects in some cases, but here we represent it by it using for saying the tenses. So we can say this represents past. Alright, and P trans, this is an action which is showing that we know. So P trans is one of the primitive actions. We already have it and we are using it whenever an example comes up. So it's a primitive action. And O here O is there. So what is O? O indicates object here. All right, and any other examples here? No. So these are the common terms that we are using, and we can generalize the conceptual dependencies like this. Okay, fine. This is all about conceptual dependencies in the knowledge representation system. And the next category of knowledge representation techniques is scripts. Okay, so we already know about the concept of script in a movie or in a drama or something like that. What is a script? Script is something showing a sequence of action which is to be performed. Okay, a sequence of dialogues will be there like that. Okay, so here in the concept of a knowledge representation, the script is actually a mechanism for representing knowledge about common sequence of events, some commonly occurring events, that is representing commonly occurring experiences or commonly occurring events. Suppose for example we are going to a movie, the common sequence of action is the same for every theater, for every person seeing a movie. It has a common sequence of action. Shopping, it has a common sequence of action. The shopping items differ, but it has a common sequence of action. Now eating in a restaurant or going to a restaurant, it has a common sequence of action. Visiting a doctor, it has a common sequence of action. You have to first go and take the ticket, book the ticket, then show or go to the doctor's room, get the treatment, get back to the pharmacy, or so. That will be a sequence which is occurring commonly. And in the script, we mention the commonly occurring events as well as the alternative events which can happen apart from the common sequence. Okay, so all these concepts are being given here. So first of all, before going to the example, we'll see the important components of a script. So the important components of a script can be the entry conditions. The first one, entry conditions. So if we say the case of a movie script, entry conditions can be compared as before the action takes place, എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തിരിക്കേണ്ട, അതായത് ഇപ്പോൾ ഒരു സീൻ നടക്കുന്നത്, സപ്പോസ് ഇറ്റ് ഈസ് ഓക്കറിങ് ഇൻ ദ കിച്ചൺ, ദാറ്റ് കിച്ചൺ ഏരിയ ഷുഡ് ബി ഫോംഡ് ബിഫോർ. ആ കിച്ചണിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം, എങ്കിലേ ആ സീൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് എ എൻട്രി കണ്ടീഷൻ. ആൻഡ് വി ഹാവ് അനദർ കമ്പോണൻറ്റ് ദാറ്റ് ഇസ് റിസൾട്ട്സ്. റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പം ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ദിസ് ഇസ് എ കണ്ടീഷൻ ദാറ്റ് വിൽ ബി ട്രൂ ആഫ്റ്റർ ദി ഇവൻറ്റ് ഇസ് ഡിസ്ക്രൈബ്ഡ് ഇൻ. അപ്പം സ്ക്രിപ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ, സക്സസ്ഫുൾ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ദാറ്റ് മീൻസ് ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ സീൻ ഇസ് ബീൻ ടേക്കൻ, ദാറ്റ് ഇസ് ഡൺ പ്രോപ്പർലി. അപ്പം ആ ഒരു സീക്വൻസ് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇപ്പം സപ്പോസ് ഒരു ഫോർ എക്സാമ്പിൾ സ്ക്രിപ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, വെൻ യു ആർ ഇൻ ടു മൂവി, നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നു. സോ ദ ഫസ്റ്റ് പാർട്ട് ഇസ് ഡൺ. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അത് കൊണ്ട് തിയേറ്ററിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്യാം. സോ അത് ഒരു ജസ്റ്റ് ഇറ്റ് ഈസ് ഷോയിങ് the results. That means if a particular condition satisfies, നിങ്ങൾ ചെയ്ത അത് ട്രൂ ആണെങ്കിൽ what happens, നമ്മൾ എക്സാമ്പിൾ കാണുമ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആവും. നെക്സ്റ്റ് ഇസ് വി ഹാവ് പ്രോപ്സ്.
ടേം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും തോന്നുന്നു. പ്രോപ്സ് മീൻസ് പ്രോപ്പർട്ടീസ്. ഇഫ് വി നീഡ് സം പ്രോപ്പർട്ടീസ് റെപ്രസെൻറ്റ്സ്, ഇപ്പം ഓബ്ജക്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ ആ സമയത്ത് ഉണ്ടാവുമോ, അതുപോലുള്ള പോയിന്റ്സ് ആണ് ഇവിടെ പ്രോപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് റോൾസ്. റോൾസ് എന്ന് പറയുമ്പോൾ ഒരു മൂവി ടിക്കറ്റ് റിസർവേഷനിലെ ടിക്കറ്റ് കൗണ്ടറിലുള്ള ആൾ, സെക്യൂരിറ്റി വരാം, അങ്ങനെ ഇപ്പം ഇൻ ബിറ്റ്വീൻ ഹെൽപ്പേഴ്സ് വരാം. സോ റോൾസ് എന്ന് പറഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സാണ് അല്ലെങ്കിൽ പീപ്പിൾ, ഇതിനകത്ത് ആ ഇവൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള പീപ്പിളിനെയാണ് റോൾസ് എന്ന് പറയാം. സ്ക്രിപ്റ്റിലെ റോളുകൾ പോലെ തന്നെ നമ്മുടെ മൂവീൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ റോൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിലെ റോൾസ് എന്ന് പറഞ്ഞാലാണ് അതിൻ്റെ ക്യാരക്ടേഴ്സാണ്. അപ്പം ഒരു സീൻ എടുക്കുന്ന സമയത്ത് അതിൽ ആരൊക്കെയാണ് വരുന്നത്, ദാറ്റ് മീൻസ് ദ റോൾസ്. സോ വാട്ട് അവർ പീപ്പിൾ ആർ ഇൻവോൾവ് ഇൻ ഇറ്റ്, അത് കാണിക്കാനാണ് നമ്മൾ റോൾസ് എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. പിന്നെ അതിൽ വരുന്ന നെക്സ്റ്റ് ഒരു കമ്പോണൻറ്റ് നമുക്ക് പറയാം ട്രാക്ക്. Okay, the next component it is track. Track എന്ന് പറഞ്ഞാൽ it's a variation on more general pattern that is represented by what we say different tracks of same script will be shared. So എല്ലാ കമ്പോണൻസും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പം ഒരേ സ്ക്രിപ്റ്റിൻ്റെ പല ട്രാക്കുകൾ ഉണ്ടാവും. ട്രാക്കുകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പല വെറൈറ്റീസ് ആണ്. അത് നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. സീൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ സീക്വൻസ് ആണ്, ഈവൻറ്റിൻ്റെ ആക്ച്വൽ സീക്വൻസ് ആണ്. സോ സീൻസ് എന്നുള്ളൊരു കമ്പോണൻറ്റ് കൂടെ നമുക്ക് എഴുതി വയ്ക്കാം. ഓക്കെ, എക്സാമ്പിൾ കാണുമ്പോൾ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ടു യു. സോ അതിലെല്ലാം ഉണ്ട്. സീൻസ് ഉണ്ട്. സീൻസ് എന്ന് പറയുമ്പോൾ കണ്ടോ, റിസൾട്ട്സ് ഉണ്ട്, സീൻസ് ഉണ്ട്, പ്രോപ്സ് ഉണ്ട്, എൻട്രി കണ്ടീഷൻസ് ഉണ്ട്, റോൾസ് ഉണ്ട്, ട്രാക്ക് ഉണ്ട്, സ്ക്രിപ്റ്റ് നെയിം ഉണ്ട്. ഓക്കെ, സോ ട്രാക്ക് ഞാൻ പറഞ്ഞു. ഇപ്പം ഈ പാറ്റേൺ പല സ്ഥലത്ത് സംഭവിക്കാമെന്ന് ഞാൻ പറഞ്ഞു, സെയിം സാധനം തന്നെ. അപ്പം ഇതെവിടെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണത്. ഇപ്പോൾ സപ്പോസ് ഒരു കോഫി കുടിക്കുന്ന സീനാണ് നമ്മൾ എടുക്കുന്നത്. ഈ കോഫി കുടിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്താവും, വീടിൻ്റെ അകത്താവും. ദ ട്രാക്ക് ചേഞ്ചസ്, ബട്ട് സ്ക്രിപ്റ്റ് അത് തന്നെയാണ്. അതാണ് ട്രാക്ക് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് നമ്മുടെ എക്സാമ്പിളിലേക്ക് മൂവ് ചെയ്യാം. സോ ദിസ് ഇസ് എ സ്ക്രിപ്റ്റ്. ഈ സ്ക്രിപ്റ്റിൻ്റെ പേര് ആദ്യം പറയും നമ്മൾ. അത് നമ്മൾ കമ്പോണൻസിൽ കാണിച്ചിട്ടില്ല, ബട്ട് ദ സ്ക്രിപ്റ്റ് നെയിം വിൽ ബി മെൻഷൻ ഫസ്റ്റ്. സോ ദിസ് ഇസ് ഫുഡ് മാർക്കറ്റ് ആണ് എൻ്റെ സ്ക്രിപ്റ്റ്. ഈ ഫുഡ് മാർക്കറ്റ് എന്നുള്ള സ്ക്രിപ്റ്റ് എവിടെയാണ് നടക്കുന്നത്? ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് പറയാം കോഫി എന്നാണ് എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ പേര്. ഇത് ഹാപ്പൻ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിലാവാം, ഇനി ഒരു ഔട്ട്ഡോർ എവിടെയെങ്കിലും ആവാം, ഇനി അതല്ലെങ്കിൽ ഒരു റൂമിനകത്താവാം. ഇതിൻ്റെ ലൊക്കേഷൻ മാറാം, പക്ഷേ ഈ സീനുകളൊക്കെ അത് തന്നെയായിരിക്കും. ഫൈൻ. അപ്പം അതുകൊണ്ടാണ് അതിന് ട്രാക്ക് എന്ന് പറയുക. ആൻഡ് ദ ട്രാക്ക് സൂപ്പർ മാർക്കറ്റ്. ഇവിടെ ഫുഡ് മാർക്കറ്റ് കാണിച്ചത് സൂപ്പർ മാർക്കറ്റിൻ്റെ കേസാണ്. ഇവിടെ ആക്ട് ചെയ്യുന്ന റോളുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ സീനിലുള്ള ആളുകൾ ആരൊക്കെയാണ്? ഷോപ്പർ ഉണ്ട്, അറ്റൻഡൻ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഓരോ ഇതിനകത്തും ആളുകളുണ്ടാവുമല്ലോ. സീ ഫുഡ് ഏരിയ, നിങ്ങളുടെ ഓരോ ഫുഡ് ഏരിയാസിലുള്ള അറ്റൻഡൻസ് ഉണ്ട്. പിന്നെ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ക്ലർക്ക് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരുന്ന ആളുണ്ട്. മറ്റ് ഷോപ്പേഴ്സ് ഉണ്ട്, കടയിലുള്ള മറ്റ് ഷോപ്പേഴ്സ് ഉണ്ട്. മെയിൻലി നമ്മൾ ഇത്രയും ആളുകളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ എൻട്രി കണ്ടീഷൻസ്? ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വേണ്ട എൻട്രി കണ്ടീഷൻസ് എന്താണ്? എൻട്രി കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്ഷൻ പെർഫോം ചെയ്യണമെങ്കിലുള്ള എൻട്രി കണ്ടീഷൻസ് ആണ്. ഇപ്പോൾ നമുക്കൊരു കടയിൽ പോയി സാധനം വാങ്ങണമെങ്കിൽ വാട്ട് ആർ ദ എൻട്രി കണ്ടീഷൻസ്? ദ ഫസ്റ്റ് വൺ, വി ഷുഡ് ഹാവ് എ നെസസിറ്റി. ഇപ്പോൾ അതൊന്നും ഇല്ല, ചുമ്മാ നമ്മൾ കാണാൻ വേണ്ടി പോകും. അതല്ല, നോർമൽ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യേണ്ട നെസസിറ്റി എന്ന് പറഞ്ഞാൽ ഷോപ്പർക്ക് ഗ്രോസറീസ് വാങ്ങാനുണ്ടാവണം ആൻഡ് ഫുഡ് മാർക്കറ്റ് ഓപ്പണും ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് എൻട്രി കണ്ടീഷൻസ്. ഇനി നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? നമ്മുടെ കയ്യിൽ ഷോപ്പിംഗ് കാർട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ എന്തൊക്കെ സംഭവങ്ങൾ എവിടെയൊക്കെ അതിന് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പം ഓഫേഴ്സ് ഉള്ളത്, അത് തരുന്നൊരു ലിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ മാർക്കറ്റിൽ ഐറ്റംസ് വേണം, ഡിസ്പ്ലേ ബോർഡുകൾ വേണം, പിന്നെ ചെക്കൗട്ട് സ്റ്റാൻഡുകൾ വേണം. ക്യാഷ്യർ റോളാണ് ആക്ച്വലി. അത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ വേണം. ഓക്കെ, സോ യു ക്യാൻ മെൻഷൻ വാലറ്റ് ഓർ പേഴ്സ് ഓർ മണിയാണ് അൾട്ടിമേറ്റ്. ക്യാഷ്യർ ഇവിടെ പറയണമെന്നില്ല. ക്യാഷ്യർ നിങ്ങൾക്ക് ഈ റോൾ എന്നുള്ളതിൽ മെൻഷൻ ചെയ്യാം. സോ അവിടെ ആവശ്യമുള്ള മെയിൻ പ്രോപ്പർട്ടീസ്, കമ്പ്യൂട്ടേഴ്സ് വേണം ചെക്കൗട്ട് സ്റ്റാൻഡിൽ, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ദാറ്റ് യു നീഡ്. സോ ഫസ്റ്റ് പാർട്ട് ഇസ് ഡൺ. ഇതെല്ലാം പ്രീവിയസ് കണ്ടീഷൻസ് ആൻഡ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളാണ്. ഇതാണ് മെയിൻലി നടക്കുന്ന കാര്യം. ആൻഡ് റിസൾട്ട്സിൽ നമ്മൾ അവസാനം പറയേണ്ട കാര്യങ്ങളാണ് വരാം. സോ നോക്കാം. സീൻ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നു. ഷോപ്പർ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നു. അതിനെ നമ്മൾ കാണിക്കുന്നതാണ് ഷോപ്പർ പി ട്രാൻസ് ഷോപ്പർ ടു മാർക്കറ്റ്. നമ്മളെ തന്നെ മാർക്കറ്റിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്യുന്നു.
ഷോപ്പർ പി ട്രാൻസ് ഷോപ്പിംഗ് കാർട്ട് ടു ദി ഷോപ്പർ. അപ്പം ആൾ എന്തൊക്കെ കൊണ്ടുപോകും ആളുടെ കൂടെ, ഇത് ഇതിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. നിങ്ങൾ ഈ പോയിന്റ്സ് മാത്രം എഴുതിയാലും ഇറ്റ്സ് ഫൈൻ. അത് റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഷോപ്പർ അകത്തേക്ക് കയറുന്നു, കാർട്ട് കൂടെ കൊണ്ടുപോകുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഐറ്റംസ് ഷോപ്പ് ചെയ്യണം. ഐറ്റംസ് ഷോപ്പ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ ഓരോ എന്താ പറയുക ഡിസ്പ്ലേ ബോർഡുകളും മാറി മാറി നമ്മളത് ഷോപ്പർ അതിലൂടെ മൂവ് ചെയ്ത് പോകുന്നു. ദെൻ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ലിസൺ ചെയ്യാണ്. ഡിസ്പ്ലേ ഐറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്നു. ദെൻ ആ ഡിസ്പ്ലേ ഐറ്റംസിനെ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഷോപ്പിംഗ് കാർട്ടിലേക്ക് മൂവ് ചെയ്യുന്നു. അതാണ് ഈ 3 പോയിന്റ്സ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് സീൻ ഇസ് ചെക്ക് ഔട്ട്. ഞാൻ എല്ലാം വാങ്ങാനുള്ളത് വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഞാൻ എന്നെ തന്നെ ചെക്ക് ഔട്ട് സ്റ്റാൻഡിലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ഷോപ്പർ ടു ചെക്ക് ഔട്ട് സ്റ്റാൻഡ്. ഇവിടെ നിങ്ങൾക്ക് പി ട്രാൻസ് പറയാം, കുഴപ്പമില്ല കേട്ടോ. ഷോപ്പറുടെ ടേൺ വരെ വെയിറ്റ് ചെയ്യുന്നു. ചാർജസ് എത്രയാണെന്നുള്ളത് നമ്മൾ ലിസൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒബ്ജക്റ്റിന്, നമ്മളെയല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒബ്ജക്റ്റിന് ആർക്ക് കൊടുക്കുന്നു, ക്യാഷിയർക്ക്. വാട്ട് ഈസ് ദാറ്റ് ഒബ്ജക്റ്റ്, മണിയാണ്. പിന്നെ എന്താണ് ചെയ്യുന്നത്, സാക്കർ, അതായത് പാക്ക് ചെയ്യുന്ന ആൾ ബാഗുകൾ നമ്മുടെ കയ്യിലേക്ക് തരുന്നു. സോ 2 ഒബ്ജക്റ്റുകളാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ എ ട്രാൻസ്ഫർ കിടക്കുന്നത്. സീൻ 4, എൻ്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. ഐ എം എക്സിറ്റിംഗ് ദ മാർക്കറ്റ്. പിന്നെ എന്താ ചെയ്യുന്നത്, ഞാൻ എക്സിറ്റിംഗ് ദ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന ആക്ഷൻ എന്താണ്, ഷോപ്പർ പി ട്രാൻസ് ഷോപ്പർ ടു എക്സിറ്റ് മാർക്കറ്റ്, പുറത്തേക്ക്. ഇതാണ് ആക്ഷൻസ്. ഇനി ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, സംഭവിക്കാൻ സാധ്യതയുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ഷോപ്പറുടെ കയ്യിൽ പൈസ കുറവുള്ള അവസ്ഥ വരാം. ഷോപ്പർ ഗ്രോസറി ഐറ്റംസ് എല്ലാം പൈസ കുറയുന്ന എപ്പോഴാണ്, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എമൗണ്ട് ഓഫ് മണി വിൽ ബി ലെസ്. കൊടുത്തല്ലോ അവിടേക്ക്. ഷോപ്പർ ഹാസ് ഗ്രോസറി ഐറ്റംസ്, നമ്മുടെ കയ്യിൽ എന്തുണ്ട്, പർച്ചേസ് ചെയ്ത സാധനങ്ങളുണ്ട്. ഇനി ഷോപ്പർ ഹാസ് ലെസ് ഗ്രോസറി ഐറ്റംസ്, അത് ആ ചാൻസ് വരുന്നത് നമ്മൾ റിക്വയർ ആയിട്ട് പോയ സംഭവം അവിടെ ഇല്ല, അതുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഇതെല്ലാ കണ്ടീഷൻസും പറയുന്നുണ്ട്, സക്സസ്ഫുൾ ആൻഡ് ഫെയിലിയർ. അപ്പം നമ്മൾ ചിലവാക്കി, പൈസ നമ്മുടെ കയ്യിൽ കുറവാണ്. ഇനി ചിലവാക്കിയില്ല, പൈസ നമ്മുടെ കയ്യിൽ കൂടുതലാണ്. സോ എല്ലാ കണ്ടീഷൻസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് റിസൾട്ട്സിനുള്ളതിൽ വേണമെങ്കിൽ ട്രൂ കണ്ടീഷൻസ് മാത്രം എഴുതാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ് സ്ക്രിപ്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഇതുപോലെ ഏത് ഒക്കേഷൻ വേണമെങ്കിലും എഴുതാം. അപ്പം എക്സാമിന് വേണമെങ്കിൽ സ്ക്രിപ്റ്റ് ഓഫ് മൂവി ടിക്കറ്റ്, അല്ലെങ്കിൽ മൂവി ചെയ്യുന്ന സ്ഥലത്ത് സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ പറയാം. അപ്പം നിങ്ങൾ ഏറ്റവും ആദ്യം ഇത് അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഓരോന്നിലും വരുന്ന കമ്പോണൻസ് ആണ്. അപ്പോൾ ഇതിനെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. സീനാണ് സെൻറ്റർ പാർട്ട്, റിസൾട്ടാണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ സക്സസ്ഫുൾ റിസൾട്ട് മാത്രം എഴുതി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ കുറയാം. പിന്നെ ഫസ്റ്റ് പാർട്ടിൽ യു ഹാവ് ടു റൈറ്റ് ദ സ്ക്രിപ്റ്റ് നെയിം, ട്രാക്ക്, റോൾ, എൻട്രി കണ്ടീഷൻസ് ആൻഡ് പ്രോപ്പർട്ടീസ്. സീൻസ് നടുക്ക് വരും, റിസൾട്ട് അവസാനം വരും. സോ ഇത് സൂപ്പർ മാർക്കറ്റിൻ്റെ സ്ക്രിപ്റ്റ് സ്ട്രക്ചറാണ്. എക്സാമിന് വേറെ എന്തെങ്കിലും എഴുതാൻ പറഞ്ഞ് വരാം. എസ് എ ആയിട്ടാണ് വരാറ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ എസ് എ ആയിട്ട് തന്നെയാണ് വരാറ്. Okay, so far we have seen 4 different types of knowledge representation techniques, and in the last year's question paper the question was asked like, I'll say that, okay, before that we will just conclude the 4 different knowledge representation techniques that we have seen till now. That is, the first one is semantic networks. Okay, we have seen semantic networks, and the second one was what, that was frames. Then we have seen conceptual dependencies, and at last we have seen scripts. Okay, if you are asked to write any 4 or any 2 knowledge representation techniques, we are going to see one more knowledge representation techniques. You can write any one of these, but in last year question papers the question was asked like weak, slot and filler structures. Okay, so compare weak slot and filler structures and strong slot and filler structures. So when it is given to your seniors, they have thought that it is an out of syllabus question. Okay, ഇത് നിങ്ങൾക്കാണ് കിട്ടിയെങ്കിൽ നിങ്ങളും പറഞ്ഞാൽ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റൻ ആണെന്ന്. സോ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വീക്ക് സ്ലോട്ട് ആൻഡ് ഫില്ലർ സ്ട്രക്ചർ, കമ്പയർ വീക്ക് സ്ലോട്ട് ആൻഡ് ഫില്ലർ സ്ട്രക്ചേഴ്സ് ആൻഡ് സ്ട്രോങ് സ്ലോട്ട് ആൻഡ് ഫില്ലർ സ്ട്രക്ചേഴ്സ്. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ. ഈ സെമാൻറ്റിക് നെറ്റ്വർക്ക്സ് ആൻഡ് ഫ്രെയിംസിനെയാണ് വീക്ക് സ്ലോട്ട് ആൻഡ് ഫില്ലർ സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. കൺസെപ്ച്വൽ ഡിപ്പെൻഡൻസീസ് ആൻഡ് സ്ക്രിപ്റ്റിനെയാണ് സ്ട്രോങ് സ്ലോട്ട് ആൻഡ് ഫില്ലർ സ്ട്രക്ചേഴ്സ് എന്ന് പറയാം.
എന്ന് പറഞ്ഞാൽ സെമാൻറ്റിക് നെറ്റ്വർക്ക്സ് ആൻഡ് ഫ്രെയിംസ് ആർ വീക്കർ. ഇതാണ് അതിൻ്റെ ടേം. വീക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന സ്ലോട്ട് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ സ്ട്രക്ചേഴ്സ്, ദേ ആർ ടു വീക്ക് ടു റെപ്രസെൻറ്റ് ദ നോളജ് ഫോർ ദ സിസ്റ്റം. ബിക്കോസ് അത് നമുക്ക് യൂസേഴ്സിനെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും, ബട്ട് ദേ ഡസൻ ഡീൽ വിത്ത് ദ ഫോർമൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. ഒരു ഫോർമാലിറ്റി ഇല്ല, ഒരു റൂൾ ഇല്ല, ഡസൻ ഡിസ്ക്രൈബ് എനി റൂൾ അബൌട്ട് എനി കൈൻഡ് ഓഫ് ഒബ്ജക്റ്റ് ഓർ ദെയർ റിലേഷൻഷിപ്പ്. റെപ്രസെൻറ്റ് ചെയ്യാനുള്ള റിലേഷൻഷിപ്പ് ഒന്നുമില്ല, ഒരു ഫോർമാറ്റ് ഇല്ല, ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസെപ്റ്റൽ ഡിപ്പെൻഡൻസി ആൻഡ് സ്ക്രിപ്റ്റ് വരുമ്പോൾ വി ഹാവ് സം സ്ട്രോങ് റെപ്രസെൻറ്റേഷൻസ്. ഓക്കെ, ആക്ഷൻസ്, ആക്ടേഴ്സ്, ടെൻസസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റെപ്രസെൻറ്റേഷൻസ് നമുക്ക് വരും. സോ അതിന് നമ്മൾ വിളിക്കും സ്ട്രോങ് സ്ലോട്ട് ആൻഡ് ഫില്ലർ സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കും. സോ ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. സോ ഇത് ഓർത്തിരിക്കുക. ഓക്കെ, സോ എക്സ്പ്ലെയിൻ വീക്ക് സ്ലോട്ട് ആൻഡ് ഫില്ലർ സ്ട്രക്ചേഴ്സ് എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് സെമാൻറ്റിക് നെറ്റ്വർക്ക്സ് ആൻഡ് ഫ്രെയിംസ് ആണ്. ഇനി അത് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഈ കൺസെപ്റ്റുകളെല്ലാം ഒരു കുറച്ച് എന്താ പറയുക 2.5 മാർക്ക് വരുന്ന രീതിയിൽ ഓരോന്നും ആ രീതിയിൽ എഴുതുക. Okay, that's it. So this is what the basic knowledge representation techniques are, and this is very important for you. ഈ ടേംസ് ഓർത്തിരിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു ജനറൽ സ്ട്രക്ചർ ഒരെണ്ണത്തിനില്ല, അടുത്തതിന് ജനറൽ സ്ട്രക്ചർ ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ഉണ്ട്, അതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്, ദാറ്റ് ഇസ് in your syllabus it is given as a separate knowledge representation techniques, that is graph representation, graph databases. So this is not a concept which can be included in the scope of this time because it's a vast concept. So I'll give a brief about it. Alright, suppose നിങ്ങളൊരു social networking site എടുക്കുക, ഒരു എന്താ പറയുക നമ്മുടെ ഫേസ്ബുക്ക് ഒക്കെ പോലുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് എടുക്കുക. സോ ഇഫ് യു ആർ ടേക്കിംഗ് ദാറ്റ് നെറ്റ്വർക്ക്, ദർ ആർ ഡിഫറെൻറ്റ് പ്രൊഫൈൽസ് ക്രിയേറ്റഡ്. സോ ഫോർ ഈച്ച് പ്രൊഫൈൽ ഇഫ് ഐ എം സേവിങ് ഡേറ്റ റിപ്പീറ്റഡ്ലി, പല സ്ഥലത്ത് പല ഡേറ്റ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്താൽ ദിസ് എന്താ പറയുക റിക്വയർസ് എ ഹൈ എമൗണ്ട് ഓഫ് മെമ്മറി ആൻഡ് ഇറ്റ് വിൽ ലീഡ് അസ് ടു എ ലെസ് ഒപ്റ്റിമൽ റിസൾട്ട്. അപ്പം ഫേസ്ബുക്ക് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ദേ ഹാവ് ഡിസൈൻഡ് എ ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ ഫോർ ദി പ്രൊഫൈൽസ്. സോ ഒരു പ്രൊഫൈലിനെ ഗ്രാഫിൻ്റെ ഒരു നോഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, ആ നോഡിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് അയാളുടെ ഡീറ്റെയിൽസ് റെപ്രസെൻറ്റ് ചെയ്യും, പിന്നെ അതിൽ നിന്ന് എഡ്ജസ് വരയ്ക്കും. അയാളുടെ ഡയറക്റ്റ് ഫ്രണ്ട്സിലേക്ക് ഡയറക്റ്റ് എഡ്ജസ് വരയ്ക്കും, മ്യൂച്വൽ ഫ്രണ്ട്സിലേക്ക് വരയ്ക്കുമ്പോൾ ഇൻഡയറക്റ്റ് എഡ്ജുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ദേ ആർ റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. സോ ഇപ്പം സപ്പോസ് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് ഒരു എ എന്നുള്ളൊരു പേഴ്സൺ ഉണ്ട്, അയാളുടെ ഡീറ്റെയിൽസ് അയാളുടെ ആട്രിബ്യൂട്ട്സ് ഇവിടെ കീപ്പ് ചെയ്യും. ദർ ഇസ് ബി, അയാളുടെ ഡീറ്റെയിൽസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഇവിടെ കീപ്പ് ചെയ്യും. ദർ ആർ സി, അയാളുടെ ഡീറ്റെയിൽസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഇവിടെ കീപ്പ് ചെയ്യും. സോ ഡി ഈസ് അനദർ പേഴ്സൺ, സോ ദർ ഡീറ്റെയിൽ ഇസ് കെപ്റ്റ് അവർ. അപ്പം എ ഈസ് ദ ഫ്രണ്ട് ഓഫ് ബി, ഡി ഈസ് ദ ഫ്രണ്ട് ഓഫ് ബി, സി ഈസ് ദ ഫ്രണ്ട് ഓഫ് ബി. So when the data is stored like this, all the profiles are stored like this. So according to this, we have got a friend suggestion that D have got a friend suggestion that there is a person called C who is a friend of B. So they got friends, so the link become like this. Fine. So like this, a graph is formed so that it is easy to interconnect and easy for storing data, easy for optimizing the memory. So this concept is called graph databases. As we all know, a graph has a node to represent the entities, edges to represent the relationship and properties, that means the information about the nodes. So graph, what we say, they relates or combine the data items, so it was super easy to retrieve the details. So query languages പോലുള്ള ലാംഗ്വേജസിൽ ഡേറ്റ റിട്രീവ് ചെയ്യാൻ ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി. അതുകൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റ് അവിടെ പറയാൻ കാരണം. ആൻഡ് ഇതൊരു എക്സാമ്പിൾ ആണ്, കണ്ടോ, ഒരു നോഡുകളെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. നെയിം ജോൺ, ഡീറ്റെയിൽസ് ആണ് ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ് വിത്ത്, കണ്ടോ, ഫ്രണ്ട്സ് വിത്ത്, ലൈക്സ് ഇതുപോലെ ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇത് ഫേസ്ബുക്കിനകത്ത് നടക്കുന്ന ഒരു ആക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ഈച്ച് ആൻഡ് എവറി ആക്ഷൻ ആർ ഷോൺ ലൈക്ക് ദിസ്. സോ ഗ്രാഫ് പോയിന്റ് ഒരു ലൈൻ വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നു. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു റെപ്രസെൻറ്റ് ഡേറ്റ ആൻഡ് സേവ് ഓർ ഒപ്റ്റിമൈസ് ദി മെമ്മറി. സോ പല ടൈപ്പ് ഗ്രാഫുകൾ വരുന്നുണ്ട്. മെയിൻലി നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോഷ്യൽ ഗ്രാഫുകളാണ്. സോ ഫേസ്ബുക്ക്, ട്വിറ്റർ, അതുപോലുള്ള ഇൻസ്റ്റഗ്രാം, അതുപോലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇതുപോലൊരു ഡേറ്റ റെപ്രസെൻറ്റേഷൻ്റെ ആവശ്യം. ആൻഡ് ദർ ആർ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ്. ഒരു റീസണിങ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഇൻറ്റൻറ്റ് ഗ്രാഫ്. അതുപോലെ തന്നെ
നമ്മളിപ്പം എമൗണ്ട് ട്രാൻസ്ഫേഴ്സ് ഒക്കെ ഇല്ലേ, ഇപ്പം പേയ്മെൻറ്റ് സൈറ്റുകൾ ലൈക്ക് ഈബേ, പേനിമോ അതുപോലുള്ള വോൾമാർട്ട് പോലുള്ള സൈറ്റുകൾ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷനാണ്. അപ്പോൾ കൺസംഷൻ ഗ്രാഫുകളാണ് അവിടെ ഉപയോഗിക്കുക, അതായത് പേയ്മെൻറ്റ് ഗ്രാഫ് എന്ന് പറയും. നെക്സ്റ്റ് ഇസ് ഇൻട്രസ്റ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇപ്പം ഒരാളെ എടുക്കുകയാണെങ്കിൽ ആ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ അയാളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാണ്, അതിനകത്ത് ഇൻട്രസ്റ്റുകളാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ നമുക്ക് ഫേസ്ബുക്കിൽ കയറുമ്പോൾ തന്നെ അറിയാം, നമ്മൾ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ കയറിയിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പോലും അതിനകത്ത് കയറി വരുന്നത് കാണാം. സോ ദിസ് ഈസ് ആക്ച്വലി മാപ്പിംഗ് എ പേഴ്സൺസ് ഇൻട്രസ്റ്റ് ആൻഡ് ഈസ് ഓഫൻ കോംപ്ലിമെൻറ്റഡ് ബൈ എ സോഷ്യൽ ഗ്രാഫ്. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് ഗ്രാഫ് എന്നാണ് നമ്മളതിനെ പറയാം. നമുക്ക് റെപ്രസെൻറ്റേഷൻസ് തരും. ആൻഡ് നെക്സ്റ്റ് ഇസ് മൊബൈൽ ഗ്രാഫ്. മൊബൈൽ ഗ്രാഫ് നമ്മുടെ മൊബൈൽ ഡേറ്റ വെച്ചിട്ടാണ് എടുക്കുക. മൊബൈൽ ഡേറ്റ ഫ്യൂച്ചറിൽ ഇപ്പം വെബ് ആപ്ലിക്കേഷൻസ്, നമ്മുടെ ഡിജിറ്റൽ ഇഷ്ടംപോലെ നമ്മൾ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. GPS, IoT ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഹൗ ദേ ആർ ഇൻ്റർകണക്റ്റഡ് വിത്ത് ഈച്ച് അതർ, ഹൗ അവർ മൊബൈൽ ഡേറ്റ ഈസ് ബീങ് യൂസ്ഡ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വി യൂസ് എ മൊബൈൽ ഗ്രാഫ്. ഇതുപോലെ പല രീതിയിൽ പല യൂസുകൾക്ക് വേണ്ടിയിട്ട് ഗ്രാഫുകൾ യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും കോമൺലി യൂസ്ഡ് വൺ ഇസ് സോഷ്യൽ ഗ്രാഫ്സ്. ആൻഡ് ഇതിൻ്റെ ഒരു റിലേഷണൽ ഡേറ്റാബേസ് വെച്ചിട്ടുള്ള കമ്പാരിസൺ ആണ്. നിങ്ങൾ DBMSൽ പഠിച്ച പോലെ ഒരു 2D അറേയിൽ റിജിഡ് സ്കീമയിൽ സ്റ്റോർ ചെയ്യുന്നതിനേക്കാൾ വെരി മച്ച് എഫക്റ്റീവ് ആണ് ഒരു ഡേറ്റ ഇതുപോലെ സ്റ്റോർ ചെയ്യുന്നത്. കാരണം മൾട്ടി ഡയമെൻഷനലായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാം, അതിൽ നിന്ന് റിട്രീവ് ചെയ്യുകയും ചെയ്യാം. സോ ഇറ്റ് ഗീവ്സ് എ കോംപ്രമൈസിങ് സ്ട്രക്ചർ, പ്രറ്റി ഗുഡ് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻസ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം റിലേഷണൽ ഡേറ്റാബേസിൽ വളരെ റിജിഡ് ഔട്ട്കം ആണ് തരാം. ബട്ട് ഹിയർ ഇറ്റ് വർക്ക്സ് വെൽ ബിക്കോസ് ദ റിലേഷൻഷിപ്പ് ഇസ് ഷോൺ സ്മൂത്ത്ലി. ഒരു ഫോറിൻ കീയോ പ്രൈമറി കീയോ വേണ്ട, ഗ്രാഫ് വെച്ച് നമ്മളങ്ങ് റെപ്രസെൻറ്റ് ചെയ്ത് പോകുമ്പോൾ ഇറ്റ് ഇസ് സൂപ്പർ ഈസി. ഓക്കെ, ഇത് ജസ്റ്റ് ഗ്രാഫുകളുടെ ഒരു ഡയഗ്രാം തന്നിരിക്കുന്നതാണ്, ടെക്സ്റ്റ് നിന്ന് കിട്ടിയതാണ്. സോ ഐ ജസ്റ്റ് അറ്റാച്ച്ഡ് ഇറ്റ് ഹിയർ വിത്ത്. സോ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിനൊന്നും ആവശ്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞ ഇതിനകത്ത് ഇതുപോലെ ഒരു നോഡ് വെച്ചിട്ട് നിങ്ങൾ കാണിച്ചാൽ മതി. ഇവിടെ ABCക്ക് പകരം താഴെ പേര് കൊടുക്കുക, ഒരു ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 2, 3, 4 ആളുകളുടെ പേര് എഴുതി, മ്യൂച്വൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ലൈക്സ്. ഇപ്പം D എന്നുള്ള ഒരാൾ Bയുടെ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്യുമ്പോൾ ലൈക്ക് എന്നുള്ളൊരു ആരോ ആണ് അവിടെ ക്രിയേറ്റ് ആവുക. സോ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചാൽ മതി. So this is all about the basic knowledge representation techniques. Okay, thank you.